ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരും മുൻപേ സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അലീനയും വൈജയന്തിയും തമ്മിലുള്ള 25 വർഷത്തെ കാത്തിരിപ്പിന് ഒരു വലിയ വഴിത്തിരിവുണ്ടാകുന്ന ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അമ്മയും മകളും തമ്മിലുള്ള ആ ഒരു കൂടിക്കാഴ്ച തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അങ്ങനെ സ്നേഹനികേതനത്തിൻ്റെ പിന്നാമ്പുറത്താണ് ഇന്നത്തെ ഒരു കഥ ആരംഭിക്കുന്നത്. വസ്ത്രങ്ങൾ ഉണക്കാനിട്ടിരിക്കുന്നിടത്ത് ദേവതിക്കുട്ടി അവയെല്ലാം പെറുക്കി മിടുക്കി വയ്ക്കുകയാണ്. അതേസമയം അലീന മാർക്കറ്റിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലുമാണ്. ഇന്ന് കുളത്തുപുഴയിൽ നിന്ന് സ്റ്റാൻലിയും എത്തിയിട്ടുണ്ട്. അലീന മാർക്കറ്റിലേക്ക് പോകാനിരിക്കുമ്പോഴാണ് സ്റ്റാൻലി തന്നെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറയുന്നത്. രേവതിക്കുട്ടിയും അലീനയും ഒരുമിച്ച് പോകേണ്ടിയിരുന്ന യാത്രയാണ് സ്റ്റാൻലി ഏറ്റെടുക്കുന്നത്. സ്റ്റാൻലി പറയുന്നത് കേട്ട് അലീനയ്ക്കും സന്തോഷമാവുന്നുണ്ട്. കാരണം സ്നേഹനികേതനത്തിലെ വണ്ടിക്ക് ഡീസൽ അടിക്കേണ്ടി വരില്ല. വാങ്ങുന്ന സാധനങ്ങളുടെ പണം പപ്പ കൊടുക്കുകയും ചെയ്യും. തൻ്റെ കയ്യിൽ വലിയൊരു തുകയൊന്നുമില്ലെന്നും അലീന തമാശയായിട്ട് പറയുന്നുണ്ട്. പക്ഷേ രേവതിക്കുട്ടിക്ക് സ്റ്റാൻലിയെ നന്നായിട്ട് അറിയാം. പുറത്തേക്ക് എത്ര ഗൗരവത്തിൽ പറഞ്ഞാലും ഷോപ്പിംഗ് കഴിഞ്ഞാൽ അലീനയ്ക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ സ്റ്റാൻലി തന്നെ മുന്നിൽ നിൽക്കുമെന്ന് രേവതിക്കുട്ടിക്ക് നന്നായിട്ടറിയാം. ഇതിനിടയിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് രേവതിക്കുട്ടി വസ്ത്രങ്ങൾ പെട്ടെന്ന് മടക്കി തീർക്കുന്നത്. അപ്പോഴാണ് സിന്ധു ഓടി വന്ന് ഒരാൾ അലീനയെ കാണാൻ വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നത്. ആരാണ് വന്നതെന്ന് ചോദിച്ചിട്ടും സിന്ധു കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. അങ്ങനെ രേവതിക്കുട്ടി ആകാംക്ഷയോടെ മുന്നിലേക്ക് പോകുന്നു. സാധാരണയായി സ്നേഹനികേതനത്തിലെ സന്ദർശകരെ സ്വീകരിക്കുന്നത് ഔതക്കുട്ടി ചായനാണ്. പക്ഷേ അദ്ദേഹത്തെ കാണാതായതോടെ രേവതിക്കുട്ടി അകത്തും പുറത്തും അന്വേഷിക്കുന്നു. അങ്ങനെ മുന്നിലെ വരാന്തയിൽ എത്തിയപ്പോഴാണ് രേവതിക്കുട്ടി ആ ഒരു കാഴ്ച കാണുന്നത്. വരാന്തയിൽ ഒരു തൂണും ചാരി ഒരു സ്ത്രീ നിൽക്കുന്നു. ആദ്യമൊന്നും വ്യക്തമായിട്ട് കാണുന്നില്ല. വൈകുന്നേരത്തെ സൂര്യപ്രകാശം നേരെ കണ്ണിലേക്ക് അടിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് മാറി എന്ന് നോക്കിയപ്പോഴാണ് രേവതിക്കുട്ടി ആ സ്ത്രീയെ തിരിച്ചറിയുന്നത് വൈജയന്തിയാണെന്നുള്ള സത്യം. അലീന ചേച്ചിയുടെ സ്വന്തം അമ്മ. ആ കാഴ്ചയിൽ രേവതിക്കുട്ടി ശരിക്കും ഞെട്ടിപ്പോവാണ്. 25 വർഷമായിട്ട് അലീന ചേച്ചിയിൽ നിന്നും അകന്ന് നിന്നിരുന്ന അമ്മ ഇപ്പോൾ അലീന ചേച്ചിയുടെ സ്നേഹനികേതനത്തിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. രേവതിക്കുട്ടി ഉടനെ തന്നെ വൈജയന്തിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് വന്നത് എന്നും ആരെങ്കിലും കണ്ടോ എന്നും ചോദിക്കുന്നു. പക്ഷേ വൈജയന്തിയുടെ പെരുമാറ്റത്തിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. വൈജ അധികം ഒന്നും സംസാരിക്കുന്നില്ല. ശാന്തമായ മുഖം. പക്ഷേ ആ ശാന്തതയ്ക്കുള്ളിൽ എന്തോ വലിയൊരു വേദന ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. രേവതിക്കുട്ടി വൈജയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ ഔതക്കുട്ടി ചായനും എത്തുന്നുണ്ട്. അലീനയുടെ അമ്മയെ നേരിൽ കാണുന്ന ആദ്യ അവസരമാണത്. വൈജയന്തിയെ കണ്ടപ്പോൾ ഔതക്കുട്ടിച്ചായൻ്റെ മനസ്സിലും പഴയ ഓർമ്മകളൊക്കെ കടന്നു പോകുന്നുണ്ട്. ഒരിക്കൽ തൻ്റെ മകൻ ലാലിച്ചിൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടിയിരുന്ന സ്ത്രീയായിരുന്നു വൈജയന്തി. പക്ഷേ അന്ന് നടന്ന ചില തീരുമാനങ്ങളും കുടുംബത്തിൻ്റെ ഇടപെടലുകളും ജാതിയുടെയും മതത്തിൻ്റെയും പേരുള്ള ചിന്തകളും ഒക്കെ ചേർന്ന് ആ ബന്ധം തകർത്ത് കളഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് വൈജയന്തിയുടെ ജീവിതവും ലാലിച്ചിൻ്റെ ജീവിതവും തകർന്നു. അവൾ പ്രസവിച്ച കുഞ്ഞു പോലും അനാഥയായിട്ട് വളരേണ്ടി വന്നു. ഇന്ന് ആ കുഞ്ഞു തന്നെയാണ് അലീനയായിട്ട് വളർന്നു നിൽക്കുന്നത്. ഈ ഒരു തിരിച്ചറിവാണ് ഔതക്കുട്ടിച്ചായതിൻ്റെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാക്കുന്നത്. അന്ന് ഞാൻ മനസ്സ് വെച്ചിരുന്നുവെങ്കിൽ ഇവരുടെ ജീവിതം വേറെ ആയേനെ എന്ന ചിന്ത അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വൈജയെ ഓഫീസ് മുറിയിൽ ഇരുത്തിയതിന് ശേഷം രേവതിക്കുട്ടി ചായ ഉണ്ടാക്കാനായിട്ട് പോകുന്നു. അതിനിടയിലാണ് അലീനയും സ്റ്റാൻലിയും മാർക്കറ്റിൽ എത്തിയിരിക്കുന്നത്. സാധനങ്ങൾ വാങ്ങുന്നതിനിടയിൽ രേവതിക്കുട്ടിയുടെ ഫോൺ കോൾ അലീനയ്ക്ക് വരുന്നുണ്ട്. അലീന ഫോൺ എടുക്കുമ്പോൾ രേവതിക്കുട്ടി പറയുന്ന ഒരു വാക്ക് അലീനയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു. അലീന ചേച്ചി ഒരാൾ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. ആരാണെന്ന് ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് ചേച്ചിയുടെ അമ്മ, സാക്ഷാൽ വൈജയന്തി. അത് കേട്ട നിമിഷം അലീനയുടെ ശരീരം തന്നെ വിറയ്ക്കുകയാണ്. അലീനയ്ക്കത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. 25 വർഷമായി മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുമായി നടന്നിരുന്ന അമ്മ പെട്ടെന്ന് സ്നേഹനികേതനത്തിൽ എത്തിയിരിക്കുന്നു. സ്റ്റാൻലിക്കും കാര്യം മനസ്സിലാകുന്നു. അലീനയുടെ മുഖത്തെ മാറ്റം കണ്ടപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് പറയുന്നത് പപ്പ, അമ്മ വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ സ്റ്റാൻലിയും അത് കേട്ട് ഞെട്ടിത്തരിക്കുകയാണ്. അലീനയ്ക്കാണെങ്കിൽ കരച്ചിലടയ്ക്കാനായിട്ട് കഴിയുന്നില്ല. കടയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവൾ പൊട്ടിക്കരയാണ്. മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നതിനാൽ സ്റ്റാൻലി അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അലീനയാണെങ്കിൽ സ്റ്റാൻലിയുടെ നെഞ്ചിലേക്ക് തല ചായ്ച്ച് ഏങ്ങലടിച്ച് കരയാണ്. അവളുടെ ആ കരച്ചിലിൽ 25 വർഷത്തെ നഷ്ടവും വേദനയും കാത്തിരിപ്പും ഒക്കെ ഉണ്ടായിരുന്നു. സ്റ്റാൻലി ആണെങ്കിൽ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങി വേഗം തന്നെ സ്നേഹനികേതനത്തിലേക്ക് മടങ്ങുന്നു. ഇതിനിടെ സ്നേഹനികേതനത്തിൽ വൈജയന്തി അവിടെയുള്ള അന്തേവാസികളെയൊക്കെ പരിചയപ്പെടുകയാണ്. പുറത്തുനിന്ന് കാണുന്നത് പോലെ സ്നേഹനികേതനം ശാന്തമായൊരു സ്ഥലമല്ലെന്ന് വൈജയന്തി മനസ്സിലാക്കുന്നു. രോഗികളായ വൃദ്ധർ, വിശപ്പ് തീരാത്തവർ, മക്കളൊരിക്കൽ വന്നേക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നവർ, ഓരോരുത്തരുടെയും പിന്നിൽ ഓരോ കഥകളുണ്ട്. അങ്ങനെയുള്ളവരെയെല്ലാം അലീന എങ്ങനെയാണ് സ്നേഹത്തോടെ നോക്കുന്നത് എന്ന് വൈജയന്തി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോഴാണ് പുറത്തു നിന്ന് ജീപ്പിൻ്റെ ശബ്ദം കേൾക്കുന്നത്. അലീന ചേച്ചി വന്നു. രേവതിക്കുട്ടി സന്തോഷത്തോടെ പറയുന്നുണ്ട്.
പക്ഷേ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ വൈജയന്തിയുടെ ഹൃദയം വല്ലാതെ തന്നെ മിടിക്കുന്നുണ്ട്. കാരണം 25 വർഷമായി കാണാൻ കാത്തിരുന്ന മകൾ ഇപ്പോൾ തൻ്റെ മുന്നിലേക്ക് വരികയാണ്. അലീന അകത്തേക്ക് കയറുന്നു. അവിടെ വൈജയന്തി നിൽക്കുന്നുണ്ട്. അലീനയും വൈജയന്തിയും പരസ്പരം നോക്കുകയാണ്. ഒരു വാക്കുമില്ല, ഒരു ചലനവുമില്ല. അലീനയാണെങ്കിൽ അവിടെ തന്നെ സ്തംഭിച്ച് അങ്ങനെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തിയുടെ കണ്ണുകളിലും കണ്ണുനീർ നിറയുന്നുണ്ട്. ഈ ഒരു നിമിഷം തന്നെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അമ്മയും മകളും തമ്മിൽ ഇത്രയും വർഷത്തെ അകലം. പക്ഷേ ഇപ്പോൾ അവർ ഒരേ വീട്ടിൽ, ഒരേ മുറ്റത്ത്, ഒരേ മൂൽക്കീരയ്ക്ക് കീഴിൽ നിൽക്കുന്നു. എന്നിട്ടും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ. അതിനിടയിൽ സ്റ്റാൻലിയും അവിടേക്ക് എത്തുന്നുണ്ട്. വൈജിയെ വീണ്ടും കാണേണ്ടി വന്നതിൻ്റെ ആ ഒരു സംഘർഷം സ്റ്റാൻലിയുടെ മനസ്സിലും കാണാം. പിന്നീട് മഴ ശക്തമാവുന്നുണ്ട്. കറണ്ട് ആണെങ്കിലില്ല. സ്നേഹനികേതനം മുഴുവൻ മെഴുകുതിരി വെളിച്ചത്തിലാണ്. ഈ ഒരു അന്തരീക്ഷം തന്നെ കഥയ്ക്ക് മറ്റൊരു ഭാവമാണ് നൽകുന്നത്. വൈജയന്തി മഴ നോക്കി നിൽക്കുമ്പോൾ സ്റ്റാൻലി അവരോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആദ്യം എന്താണ് ചോദിക്കേണ്ടത് എന്ന് പോലും സ്റ്റാൻലിക്ക് അറിയുന്നില്ല. ഒടുവിൽ മഴയെക്കുറിച്ച് പറഞ്ഞാണ് സംസാരത്തിന് തുടക്കം കുറിക്കുന്നത്. പിന്നീട് പഴയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വൈജയന്തി ലാലിച്ചിനെ തെറ്റിദ്ധരിച്ചിരുന്നു പറയുന്നു. 25 വർഷക്കാലം സ്റ്റാൻലിയെ വെറുത്തിരുന്നു. അതേസമയം സ്റ്റാൻലിയും താൻ വൈജിയെ തെറ്റിദ്ധരിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് സമ്മതിക്കുന്നത്. പഴയ ദേഷ്യത്തിനും പകയ്ക്കും ഇപ്പോൾ യാതൊരു അർത്ഥവുമില്ലെന്ന് ഇവർ തിരിച്ചറിയുന്നു. കാരണം നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടിയിട്ടില്ലെങ്കിലും അവർക്കിപ്പോൾ അലീനയെ തിരികെ കിട്ടിയിരിക്കുകയാണ്. സ്റ്റാൻലിയുടെ വാക്കുകൾ വലിയൊരു വികാരമുണ്ട്. വൈജയന്തി ആഗ്രഹിച്ച മകൾ, അവൾക്ക് ലഭിക്കാതെ പോയ മകൾ ഇപ്പോൾ അവൾക്ക് മുന്നിൽ തന്നെയുണ്ട്. ഇതേ സമയം വാതിൽക്കൽ നിന്നുകൊണ്ട് അലീന പപ്പയും അമ്മയും സംസാരിക്കുന്നത് കാണുന്നു. അവരുടെ ആ കണ്ണുകളിൽ സന്തോഷവും വേദനയും ഒരുമിച്ചുണ്ട്. അലീന ആ കാഴ്ച കണ്ട് കുറച്ചു നേരം നോക്കി നിന്നിട്ട് ശബ്ദമുണ്ടാക്കാതെ പിൻവാങ്ങാണ്. പിന്നീട് രേവതിക്കുട്ടി കാണുന്നത് അലീന ഇരുട്ടിൻ്റെ മറവിലിരുന്ന് കരയുന്നതാണ്. അവൾക്ക് എന്തിനാണ് കരയുന്നതെന്ന് പോലും അലീനയോട് ചോദിക്കാനായിട്ട് കഴിയുന്നില്ല. എനിക്ക് അറിയില്ല എന്നാണ് അലീന പറയുന്നത്. തുടർന്ന് അമ്മയെ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അലീന. പക്ഷേ ഇപ്പോൾ അമ്മ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എന്തുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ല? അത് തന്നെയാണ് അലീനയുടെ മനസ്സിലെ ഏറ്റവും വലിയ ചോദ്യം. അങ്ങനെ രാത്രി വൈകുന്നു. സ്റ്റാൻലി തിരികെ പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അലീന പപ്പയെ യാത്രയാക്കുന്നു. മഴയുള്ള ആ രാത്രിയിൽ ഒറ്റയ്ക്ക് പോകുന്നതിനെക്കുറിച്ച് വൈജയന്തി ചോദിക്കുന്ന രംഗവും ശ്രദ്ധേയമാണ്. ഇതൊരു സാധാരണ അമ്മയുടെ ചോദ്യം പോലെ തോന്നുന്നുണ്ടെങ്കിലും അലീനയ്ക്ക് അതിൽ വലിയൊരു വികാരമാണ് തോന്നുന്നത്. കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് അമ്മ അവളോടൊരു സാധാരണ കുടുംബത്തെ പോലെ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത്. പിന്നീട് അലീന സ്നേഹനികേതനത്തിലെ അന്തേവാസികളെ പരിചരിക്കുന്നതിലേക്ക് മടങ്ങുന്നു. അവൾ ഓരോരുത്തരുടെയും അടുത്തേക്ക് പോകുന്നുണ്ട്. അവരുടെ വേദനകളൊക്കെ കേൾക്കുകയും തലയിൽ കൈവച്ച് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വൈജയന്തി ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നു. സ്വന്തം മകൾ ഇത്രയും പേരുടെ അമ്മയായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് വൈജയന്തി കാണുന്നത്. അവൾക്ക് നഷ്ടപ്പെട്ട 25 വർഷങ്ങൾ എത്ര വലുതായിരുന്നു എന്ന് ആ നിമിഷങ്ങളിൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. പിന്നീട് വൈജയന്തി അധികം ഭക്ഷണം വേണ്ടെന്ന് പറയുമ്പോൾ അലീനയ്ക്കായിട്ട് വിളമ്പി വെച്ചിരിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ വൈജയന്തി എടുക്കുകയാണ്. ഇത്രയും കഴിച്ചൂടെ എന്ന രേവതിക്കുട്ടിയുടെ വാക്കുകളും അതിനിടയിൽ വൈജയന്തിയുടെ നോട്ടവും അതെല്ലാം അലീനയ്ക്ക് സഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഉണ്ടാക്കുന്നത്. അവസാനം ഉറങ്ങാനുള്ള സമയമെത്തുന്നു. വൈജയന്തിക്ക് കിടക്കാൻ സ്ഥലം കണ്ടെത്തുന്നതിലും ബുദ്ധിമുട്ടുണ്ട്. അലീനയുടെ മുറിയിലാണ് അവസാനം വൈജയന്തിക്ക് കിടക്കാനായിട്ട് സൗകര്യം ഒരുക്കുന്നത്. അലീന കട്ടിലിൽ കിടക്കുമ്പോൾ വൈജയന്തി നിലത്ത് കിടക്കാനായിട്ട് തീരുമാനിക്കുന്നു. അത് പക്ഷേ അലീനയ്ക്ക് വലിയൊരു വേദനയാണ് ഉണ്ടാക്കുന്നത്. അമ്മ താഴെ കിടക്കുമ്പോൾ മകള് കട്ടിലിൽ കിടക്കുന്നത് എനിക്ക് മനപ്രയാസമുണ്ട് എന്ന ഭാവമാണ് അലീനയുടെ ഉള്ളിൽ. അവസാനം രേവതിക്കുട്ടി ഇടപെട്ട് ഇന്നത്തെ രാത്രി അങ്ങനെ തന്നെ പോട്ടെ എന്ന് തീരുമാനിക്കുന്നു. അലീന കട്ടിലിൽ കിടക്കുന്നു. വൈജയന്തി നിലത്തും. മുറിയിൽ മെഴുകുതിരി അണയുന്നുണ്ട്. പൂർണ്ണമായിട്ടുള്ള ഇരുട്ട്. അമ്മയും മകളും തമ്മിൽ ഏതാനും അടി മാത്രമാണ് അകലമുള്ളൂ. പക്ഷേ വർഷങ്ങളുടെ അകലം. അലീനയ്ക്ക് ഉറങ്ങാനായിട്ട് കഴിയുന്നില്ല. അമ്മയുടെ ശ്വാസം കേൾക്കുന്നത് പോലെ തോന്നുന്നു. പിന്നീട് ഇരുട്ടിൽ വൈജയന്തി പതിയെ അലീനയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അവളുടെ കവിളിൽ കൈവയ്ക്കുന്നു. മറ്റേ കവിളിലും കൈവയ്ക്കുന്നു. വർഷങ്ങളായി നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ തൊട്ടറിയുന്നത് പോലെയാണ് ആ ഒരു സ്പർശം. വൈജയന്തിയുടെ കണ്ണുനീർ അലീനയുടെ മുഖത്തേക്ക് വീഴുന്നുണ്ട്. അവസാനം വൈജയുടെ വായിൽ നിന്നും ഒരു വാക്ക് മാത്രം പുറത്തേക്ക് വരികയാണ്, മോളെ എന്നുള്ളൊരു വിളി. അത് കേട്ട നിമിഷം അലീനയുടെ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന 25 വർഷത്തെ ആ ഒരു വേദന മുഴുവൻ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അലീന കുഞ്ഞിനെ പോലെ വാവിട്ട് കരയാണ്. ശ്വാസം പോലും കിട്ടാത്തതുപോലെ കരയുന്നു. ഇപ്പോൾ രേവതിക്കുട്ടിയും സിന്ധുവും മറ്റുള്ളവരും ആ ഒരു കരച്ചിൽ കേട്ട് എഴുന്നേൽക്കുന്നുണ്ട്. അവതക്കുട്ടിച്ചായനും എന്താണ് സംഭവിച്ചത് എന്നറിയാനായിട്ട് വരികയാണ്. പക്ഷേ രേവതിക്കുട്ടിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. അവളെല്ലാവരോടും തിരികെ പോയിട്ട് കിടക്കാനായിട്ട് പറയുന്നു. കാരണം ഇത് അലീന ചേച്ചിയുടെ സാധാരണ കരച്ചിലല്ല. 25 വർഷം അനാഥയായി അലഞ്ഞ ഒരു കുഞ്ഞിന് സ്വന്തം അമ്മയെ തിരികെ കിട്ടിയതിൻ്റെ കരച്ചിലാണ്.
അങ്ങനെ വൈജിയുടെ കരവലയത്തിൽ അലീന ഒരു കൊച്ചി കുഞ്ഞിനെ പോലെ കിടക്കുകയാണ് കേട്ടോ. ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ മകളെ സ്വന്തം കൈകളിൽ ചേർത്ത് പിടിച്ച് വൈജ കരയുന്നു. വർഷങ്ങളായിട്ട് അടക്കി വെച്ചിരുന്ന മാതൃസ്നേഹം മുഴുവൻ ആ ഒരു നിമിഷത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ 25 വർഷത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷം വൈജയും അലീനയും ഒന്നായിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്